ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ എനിക്ക് വന്ന ഫോൺ കോളിനെ ആസ്പദമാക്കി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ഈ സെയിം സിറ്റുവേഷനിലുള്ള കുറെ പേരെങ്കിലും കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ കുട്ടി ഗൾഫിൽ ജോലി ചെയ്യുകയാണ്, നേഴ്സാണ്. ഈ കുട്ടി വളരെ വിഷമിച്ചാണ് എനിക്ക് ഫോൺ ചെയ്തത്. ശബ്ദത്തിലെല്ലാം തൊണ്ടയിടറിയും അതുപോലെ തന്നെ ഭയങ്കര ഒരു വിഷമവും അങ്ങനെ തളം കെട്ടി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ആ കുട്ടി 2 മക്കളെയും ഭർത്താവിനെയും വിട്ടിട്ടാണ് ഈ ഗൾഫിൽ വന്ന് ജോലി ചെയ്യുന്നത്. കുറെ കടബാധ്യതകളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അടച്ചു തീർക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഫാമിലിയെ ഒന്ന് സ്റ്റേബിൾ ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞെന്നാലും കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും എല്ലാം വിട്ടിട്ട് ലോൺലി ആയിട്ട് താമസിക്കുന്ന ഓർത്തിട്ട് പുള്ളിക്കാരത്തേക്ക് അങ്ങോട്ട് സഹിക്കാനേ പറ്റുന്നില്ല. ആ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും അവരുടെ വളർച്ചയും ഒന്നും കാണാൻ സാധിക്കാതെ ഉള്ള ഒരു ജീവിതം എന്തോ ഒരു വിഷമമാണെന്ന് ഓർത്ത് നോക്കിയേ. ഈ സിറ്റുവേഷൻ എനിക്ക് കണിശമായിട്ട് നല്ല പോലെ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഞാനും സെയിം സിറ്റുവേഷനിൽ കൂടി പോയ ഒരാളാണ്. എൻ്റെ മോനെയും ഭർത്താവിനെയും ഇട്ടിട്ട് ഞാനും 4.5 വർഷം സൗദിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ശരിക്കും അറിയാം അതിൻ്റെ വിഷമവും സങ്കടവും നിരാശയും എല്ലാം. അപ്പോൾ ഈ കുട്ടിക്കിപ്പോൾ ഗൾഫിൽ നിൽക്കണ്ട, എങ്ങനെയെങ്കിലും ജോലി രാജിവെച്ച് നാട്ടിൽ പോയാൽ മതിയെന്ന് മാത്രമുള്ളൊരു ചിന്തയുമായിട്ടാണ് കഴിയുന്നത്. അത് ഹസ്ബൻഡിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും ബന്ധുക്കളും എല്ലാം പറയുവാണ്, ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമോ പോകാനായിട്ട്? ഈസി അല്ല, എല്ലാവർക്കും അറിയാമല്ലോ, ഈസി അല്ല ഗൾഫിലൊന്നും പോകാനെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടത്തില്ല, അതുകൊണ്ട് നീ കുറച്ചുകൂടെ നിന്നിട്ട് കുറച്ചുകൂടെ സമ്പാദിക്കുക എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ പുള്ളിക്കാരത്തിക്ക് ജോലി വിട്ടിട്ട് നാട്ടിൽ പോരണോ അതോ അവിടെ കണ്ടിന്യൂ ചെയ്യണോ എന്താണെന്നറിയാൻ മേലാതെ ഒരു തീരുമാനം എടുക്കാൻ മേലാതെ അങ്ങ് കിടന്നുകൊണ്ട് നട്ടം തിരിയാന്ന് പറഞ്ഞാൽ നട്ടം തിരിയാണ്. ആ കുട്ടിയുടെ വിളിയിലെയും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നി. ഇത്രയ്ക്കും ഒരു ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളൊക്കെ ചില സമയങ്ങളിൽ ഓർക്കത്തില്ലേ, ആരെങ്കിലും നമുക്കൊരു പാസിങ് തോട്ട് ഒന്ന് തന്നിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അങ്ങനെയാണ് എന്നെ വിളിച്ചിട്ട് പറയുവാണ്, മാം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ജോലി വിട്ടിട്ട് പോകണോ അതോ ഞാൻ ജോലി തുടരണോ, എനിക്കൊന്നൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ കരയുക തന്നെയായിരുന്നു. എനിക്ക് ഈ കുട്ടിയുടെ സിറ്റുവേഷൻ ശരിക്കും അറിയാവുന്നതാണ്, ഞാനും കുറേ അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഞാൻ 4.5 വർഷമായപ്പോൾ ഞാൻ ആ ജോലിയെല്ലാം വിട്ടിട്ട് ഞാൻ നാട്ടിൽ പോന്നു എന്നുള്ളതാണ്. ഞാനൊരു വീടൊക്കെ തല്ലിക്കൂട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫ് വിട്ടിട്ട് നാട്ടിൽ പോന്നു. അപ്പോൾ ഇതുപോലെയുള്ള സിറ്റുവേഷൻ ഉള്ളവർ കുറേ പേരൊക്കെ ഇല്ലേ ഉണ്ട്. കാരണം എല്ലാവർക്കും ഹസ്ബൻഡും പിള്ളേരും ഒക്കെ ആയിട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ജീവിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കുറച്ച് പേർക്കൊക്കെ അതിനുള്ള ഭാഗ്യമുണ്ട്, അവരൊക്കെ ലക്കി. പക്ഷേ അല്ലാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ ജോലി രാജിവെക്കണമെന്നോ വെക്കണ്ടെന്നോ. ആ തീരുമാനം നിങ്ങൾ മാത്രം എടുക്കേണ്ട ഒന്നാണ്. വേറെ ആര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കരുതെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഹസ്ബൻഡോ ബന്ധുക്കളോ അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സോ ആര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾക്കാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാൻ കഴിയുന്നത് ഇല്ലേ. മറ്റുള്ളവരൊന്നും പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ആ തീരുമാനം എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറയാം. ഇത് ശരിക്കും ഒരു ഡിലേമ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ധർമ്മ സങ്കടമാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കണിശമായിട്ടും ഒരു എത്തിക്കൽ ഡിസിഷൻ വേണം എടുക്കാനായിട്ട്. ഞാൻ എത്തിക്കൽ ഡിസിഷനെ പറ്റി 2-3 വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്കിപ്പോൾ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ കാര്യം ഒന്നുകൂടി പറയാം. അപ്പോൾ ഈ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് നോക്കാം. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് നമ്മുടെ ഇമോഷൻ വെച്ചിട്ട് ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. കണിശമായിട്ടും അത് നല്ലപോലെ കിള്ളിച്ചകഞ്ഞ് നോക്കി നല്ലവണ്ണം അനലൈസ് ചെയ്തിട്ട് മാത്രം വേണം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് തെറ്റാകാൻ ചാൻസ് ഇല്ല കേട്ടോ. ശരിക്കും കൂട്ടിയും കുറച്ചും അനലൈസ് ചെയ്തും എല്ലാം വേണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചുമ്മാ മനക്കണക്ക് കൂട്ടിയാലൊന്നും ശരിയാകത്തില്ല കേട്ടോ. സത്യം പറയുകയാണ്, ഇത് മനക്കണക്ക് കൂട്ടി ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു പേപ്പറും പെൻസിലും എടുക്കണം. ആ പേപ്പറിനെ 4 ആയിട്ടൊന്ന് ഭാഗിക്കണം. അപ്പോൾ പേപ്പറിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഡിലേമ അല്ലെങ്കിൽ ധർമ്മസങ്കടം എന്താണെന്ന് എഴുതണം. ഇവിടെ വന്നിട്ട് ജോലി രാജിവെക്കണമോ വേണ്ടായോ എന്നതാണ് ഈ കുട്ടിയുടെ ധർമ്മസങ്കടം. പിന്നെ 4 കോളങ്ങളിലും ഇതുപോലെ എഴുതണം. കഴിഞ്ഞ 5 വർഷക്കാലം ഗൾഫിലായപ്പോൾ ഉണ്ടായ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഈ കോളത്തിൽ എഴുതണം. ഇനി അടുത്ത കോളത്തിൽ കഴിഞ്ഞ 5 വർഷം ഗൾഫിലായിരുന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ലോസസ് എന്തൊക്കെയാണ്. പിന്നെ താഴെ ആദ്യത്തെ കോളത്തിൽ എഴുതണം ഇനിയും ഗൾഫിൽ നിന്നാൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകും.
ഇനി അടുത്ത കുറച്ച് വർഷങ്ങളും കൂടി ഗൾഫിൽ നിന്നാൽ എന്തൊക്കെ പ്രയോജനം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത കോളത്തിൽ എഴുതണം ഇനിയും ഗൾഫിൽ നിന്നാൽ ഉണ്ടാകാവുന്ന ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതണം. അതിനുശേഷം നിങ്ങൾ ഈ ഓരോ കോളവും ഈ 4 കോളവും ഫില്ല് ചെയ്യണം. എല്ലാം നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ പേജിനകത്ത്. കൂടുതൽ പേപ്പർ വേണമെങ്കിൽ അത് എടുത്തിട്ടാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. കാരണം മനസ്സിലുള്ളതെല്ലാം എഴുതണം. കുറച്ച് മതി, 2-3 കാര്യം മതിയെന്ന് വെക്കരുത് കേട്ടോ. പ്രയോജനമാണെങ്കിലും നഷ്ടങ്ങളാണെങ്കിലും എല്ലാം. ഞാനിവിടെ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പം ആദ്യമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് ഗൾഫിലായതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. കുറേ പൈസ ഉണ്ടായി അല്ലേ, കടബാധ്യതകളൊക്കെ മാറി, അതുപോലെ തന്നെ ഫാമിലിയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലുമൊക്കെ നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ സെൻട്രൽ സിലബസിലോ CBSE സിലബസിലോ ഒക്കെ പഠിപ്പിക്കാനായിട്ട് പറ്റി. കുട്ടികൾക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും ഒക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റി അല്ലേ. ഇത് കുറച്ചേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ കാണാം. നിങ്ങൾക്ക് ഗൾഫിൽ പോയ കൊണ്ടുള്ള അനുഭവങ്ങൾ എഴുതണം. ഇനി അടുത്ത കോണത്തിൽ നമുക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായെന്നുള്ളത് നോക്കണം. അപ്പോൾ മെയിനായിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഫാമിലി ലൈഫ് ഇല്ലായിരുന്നു അല്ലേ, കുഞ്ഞുങ്ങളും ഭർത്താവും ഒന്നും കൂടെ ഇല്ലാത്തുള്ള ജീവിതം എന്താണ്, ഈ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും തമാശകളും ഒന്നും നമുക്ക് കാണാനായിട്ടുള്ള ഒരു കാര്യം കിട്ടിയില്ലെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുപോലെ ലോൺലിനെസ്, കുഞ്ഞുങ്ങളും ഭർത്താവും ഒന്നും കൂടെ ഇല്ലാത്തപ്പോൾ ആ ലോൺലിനെസ്സും അതേ തുടർന്നുണ്ടാകുന്ന ആ ഡിപ്രഷനും പറഞ്ഞറിയിക്കാൻ വയ്യ. അതുപോലെ എന്തൊക്കെ അനുഭവം, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഘോഷിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഓണമോ ക്രിസ്മസോ ഈദോ ഒന്നും ഘോഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് മിസ് ചെയ്തത് അല്ലേ. ഞാനിവിടെ 2-3 പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് മിസ് ചെയ്ത എല്ലാ കാര്യങ്ങളും അങ്ങ് എഴുതണം. പിന്നെ 3-ാമത്തെ കോളത്തിൽ എന്താ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഗൾഫിൽ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്താൽ എത്ര വർഷം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കാണ്, എന്തൊക്കെ പ്രയോജനങ്ങളുണ്ടാവും നിങ്ങൾക്കേ അറിയാവുള്ളൂ. എന്തെല്ലാം ഇപ്പം ഓൾറെഡി നമുക്ക് എന്തെല്ലാം പ്രയോജനം ഉണ്ടായെന്ന് അറിയാം ഇല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തുമാത്രം പ്രയോജനങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്നുള്ളത് എഴുതണം. അതുപോലെ തന്നെ എന്തൊക്കെയായിരിക്കും നഷ്ടങ്ങളെന്ന് നിങ്ങൾ കണിശമായിട്ടും ആലോചിച്ച് നോക്കിയിട്ട് അതെല്ലാം എഴുതി വെക്കണം. അതിനുശേഷം നമ്മളുണ്ടല്ലോ അല്ലെ, ഈ 4 കോളങ്ങളും ശരിക്കും 1-2 നിർത്ത് വായിച്ച് നോക്കിയിട്ട് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്യണം. എസ്പെഷ്യലി ലാസ്റ്റ് 2 കോളംസ്. ഇനിയും ഗൾഫിൽ പോയാൽ ഉണ്ടാകുന്ന പ്രയോജനവും ഉണ്ടാകുന്ന നഷ്ടങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ ശരിക്കും അനലൈസ് ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുക്കണം. എന്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത്, നിൽക്കുന്നതാണോ നിൽക്കാത്തതാണോ. അതിനുശേഷം അതിന് തക്കതായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ഇതിനകത്ത് നിങ്ങൾ ഏത് തീരുമാനം എടുത്തെന്നാലും നിങ്ങൾക്ക് ന്യായീകരിക്കാനുള്ള സപ്പോർട്ട് ആവശ്യത്തിനുണ്ട് അല്ലേ. 99%ഉം ആ തീരുമാനം റൈറ്റ് ആയിരിക്കും. കാരണം ആ സമയത്തെടുക്കുന്ന തീരുമാനം റൈറ്റ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും തോന്നിയാൽ പോലും നിങ്ങൾക്ക് അന്നേരം പറയാം ഇല്ല ഇവ കാര്യങ്ങൾ കൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്, ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ. കാരണം തീരുമാനങ്ങൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൂടെ വരുമ്പോഴേത്തിനുണ്ടല്ലോ, അയ്യോ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എന്നാ എടുക്കും എന്നോർക്കും. ഇങ്ങനത്തെ ഒരു അനാലിസിസ് ഭയങ്കര അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലാകട്ടെ പേഴ്സണൽ ലൈഫിലാകട്ടെ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരു കറക്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഷുവറായിട്ട് ഞാൻ പറയുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ട് കേട്ടോ. എനിക്ക് ശരിക്കും അറിയാവുന്ന 4-5 പേരുടെ അനുഭവങ്ങൾ കണ്ടിട്ട് എൻ്റെ ചങ്ക് തകർന്നു പോയെന്ന് പറഞ്ഞെന്നാൽ ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യങ്ങളാണ്. 1980s ഗൾഫിൽ പോയവരൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ഭാര്യമാർ തന്നെയാണ് ഗൾഫിൽ പോയത്. ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എല്ലാം നാട്ടിലിട്ടിട്ടാണ് പോയത്. പിന്നെ ഒരു സത്യം എന്താണെന്ന് വെച്ചെന്നാൽ നമ്മുടെ പൈസയ്ക്കുള്ള അത്യാവശ്യം ഒരിക്കലും തീരത്തില്ല. ഒരു പ്രോബ്ലം, വീടിൻ്റെ കടമൊന്ന് മാറ്റിയെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനായിരിക്കും ആ വീടിന് കുറച്ച് റിപ്പയർ വരുന്നത്, അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ വരുന്നത് എന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം അങ്ങോട്ട് തീരുമ്പോഴത്തേനും വേറെ പ്രശ്നങ്ങൾ അനാഥ പ്രേതങ്ങൾ പോലെ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കും അയ്യോ എന്നാൽ ശരി 1 കൊല്ലം കൂടെ നിൽക്കാം, 1 വർഷം കൂടെ നിൽക്കാം, 1 വർഷം കൂടെ നിൽക്കാം എന്നും പറഞ്ഞ് അവർ 25-30 വർഷം ഗൾഫിൽ നിന്നവരുണ്ട്. നിങ്ങൾ ഓർക്കണം, ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എല്ലാം വിട്ടിട്ടാണ് വന്നത്. അങ്ങനെ അവസാനം റിട്ടയർഡ് ആയപ്പോഴേത്തിന് നാട്ടിൽ ചെന്ന് ഇനിയിപ്പോൾ നല്ല വീടുമായി എല്ലാമായി പൈസയെല്ലാം ആയി നല്ലതായിട്ട് ജീവിക്കാം, നല്ല ഇനിയൊരു ഹാപ്പി ലൈഫ് ഉണ്ടെന്നും പറഞ്ഞിട്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇഷ്ടം പോലെ ഗൾഫിൽ നിന്നും പൈസ വന്നപ്പോഴത്തേന് ഭർത്താവ് അത് നല്ലപോലെ അങ്ങ് ദൂർത്തടിച്ചു. പൈസ ഉണ്ടെങ്കിൽ ചിലവാക്കാൻ ഒരു വിഷമവും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി, ടീനേജ് കാലങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ അവർക്ക് അവരുടെ ഇഷ്ടത്തിന്
ആരും ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടില്ലെന്നായി. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു നിരാശയായെന്നറിയാമോ അവർക്കായത്. എല്ലാവർക്കും അങ്ങനെ വേണമെന്നൊന്നുമില്ല, പക്ഷേ കുറേ പേരുടെ ജീവിതാനുഭവങ്ങൾ ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ശരിക്കും ആലോചിച്ച് നല്ല ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കണം. ആ കുട്ടി നല്ലൊരു തീരുമാനം എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൂട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടും കൂടെ വേണം ചെയ്യാനായിട്ട്. ദൈവമേ ജ്ഞാനവും വിവേകവും തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടും കൂടെ വേണം ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട് കേട്ടോ. അത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.